വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിതയുടെ വിയോഗം ഇപ്പോഴും പ്രിയപ്പെട്ടവർക്ക് ഉൾക്കൊള്ളാനായിട്ടില്ല. സുരക്ഷിതമായി ഫ്ലൈറ്റ് ഇറങ്ങി എന്ന സന്ദേശത്തിനായി കാത്തിരുന്ന രഞ്ജിതയുടെ കൂട്ടുകാരി ധന്യ ഇപ്പോഴും ഞെട്ടലിലാണ്. കണക്ഷൻ ഫ്ലൈറ്റാണ്, അതിനായി വെയിറ്റ് ചെയ്യുന്നു. ഇതാണ് ധന്യയുടെ ഫോണിലേക്ക് രഞ്ജിത അവസാനമായി അയച്ച സന്ദേശം. കുട്ടിക്കാലം മുതൽ ഒന്നിച്ച് കളിച്ചു വളർന്നവരാണ് ഇരുവരും. കുടുംബത്തോടൊപ്പം നാട്ടിൽ കഴിയാനുള്ള ആഗ്രഹം രഞ്ജിത പറഞ്ഞിരുന്നതായും വീട് പണി പൂർത്തിയാക്കുകയായിരുന്നു രഞ്ജിതയുടെ ലക്ഷ്യമെന്നും ഒരു വിങ്ങലോടെ ധന്യ ഓർക്കുന്നു. ഈ അവസരങ്ങളല്ലേ നമ്മുടെ മനസ്സാക്ഷിയോട് തീർച്ചയായിട്ടും ഒറ്റ സുഹൃത്തല്ല, അവൾക്ക് ചേച്ചി തന്നെയായിരുന്നു ഞാൻ. എല്ലാ രീതിയിലും അവൾക്ക് എന്ത് ആവശ്യം വന്നെന്ന് പറഞ്ഞാലും ഒരു വെളിപ്പുറത്ത് ഞാൻ ഉണ്ടായിരുന്നു. ഏത് പാതിരാത്രി എന്നില്ല, ഏത് പെലകാലിക്കുന്നില്ല, എപ്പോഴെന്നില്ല. എന്താവശ്യത്തിന് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അവൾക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടായിരുന്നെങ്കിൽ അവൾ എന്നെ വിളിക്കുമായിരുന്നു. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടാണ് അവൾ വണ്ടി എടുക്കുന്നത് തന്നെ. അങ്ങനെ ഒരു ആത്മബന്ധമായിരുന്നു. ഇനി അവളില്ല എന്നുള്ള കാര്യം എനിക്ക് ഉൾക്കൊള്ളാൻ ഇതുവരെ പറ്റിയിട്ടില്ലെന്നുള്ളതാണ്. അവൾ ഇറങ്ങുന്ന സമയത്ത് എനിക്ക് മെസ്സേജ് അയക്കുന്നത് ഞാൻ ഇറങ്ങുവാണ്, ആണോടി എന്ന് ഞാൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്. ആണോടി ഹാപ്പി ജേർണി പറയുന്നുണ്ട് അവരപ്പം. അവള് ട്രെയിനിനാണ് പോയത്. ഓരോ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നീ എവിടെയാണെന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. തിരിച്ചെൻ്റെ അടുത്ത് പറയുന്നത് ഞാൻ കണക്റ്റിംഗ് ഫ്ലൈറ്റിന് വെയിറ്റ് ചെയ്യുന്നു, കണക്റ്റഡ് ഫ്ലൈറ്റ് ആണ് എന്ന് പറയുന്നത്. ഓക്കെ എന്ന് ഞാനും പറഞ്ഞു. പിന്നെ അടുത്തത് എനിക്ക് വരേണ്ട മെസ്സേജ് എന്ന് പറയുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ്. ഒന്ന് എയർപോർട്ട് ഞാൻ ഇറങ്ങി കേട്ടോ എന്ന് പറയും, ഞാൻ റൂമിൽ പോയി കിടന്നു ഉറങ്ങട്ടെ എന്ന് പറയും. ഇതൊക്കെയാണ് അടുത്ത വരേണ്ട മെസ്സേജ്. അങ്ങനെയാണ് ഞാൻ പുറകെ നടന്ന് അങ്ങനെ ശല്യപ്പെടുത്താറില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയാണ് മെസ്സേജ് അയക്കുന്നത്. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചിടും. നമ്മളെല്ലാം ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 28-ാം തീയതി അമ്മയും മക്കളും മാറി താമസിക്കുന്ന വീടാണ്, ഗൃഹപ്രവേശം നടത്തുന്ന വീടാണ്. ഇന്ന് അവിടെ ഒരു മരണ വീടായി ഇരിക്കുന്നത്. അവള് ഒരുപാട് ആഗ്രഹത്തോടെ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് മുക്കും മൂലം വരെ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ കോൺട്രാക്ടറോട് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നത്. ഇപ്രാവശ്യം വന്നപ്പോഴും എന്നോട് സംശയം പറഞ്ഞ വീടിനകത്ത് നല്ല വെട്ടം കിട്ടുമെന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷെ മുറി വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ നല്ല വെട്ടമാണ്. ഓരോ ജനലിന്റെ അളവ് വരെ അങ്ങനെ ഓരോ കാര്യങ്ങളെ കുറവ് കൃത്യമായിട്ട് നോക്കിപ്പോന്നൊരു കൊച്ചായിരുന്നു. പറയാൻ വാക്കുകളില്ല. ആ കുഞ്ഞുങ്ങളും അമ്മ